വമ്പിച്ച ലാഭം കൈയടക്കുന്ന, വലിയ തോതിൽ പണം കീശയിലാക്കുന്ന, എല്ലാവിധ മര്യാദകളെയും ലംഘിച്ചുകൊണ്ട് പിഴപ്പലിശ ചുമത്തുന്ന ഒരു സംവിധാനമായിട്ട് കേരളത്തിലും മറ്റ് പല പ്രദേശങ്ങളിലും ഈ ടോൾ സംവിധാനം മാറിയിട്ടുണ്ട്. മിക്കവാറും കിഫ്ബി നടത്തിയ ഇൻവെസ്റ്റ്മെന്റുകൾ ഒരു നയാ പൈസ പോലും റിട്ടേൺസ് കിട്ടാത്തൊരവസ്ഥയാണ് പല സ്ഥലത്തുള്ളത്. നേരത്തെ തന്നെ നിങ്ങൾ പെട്രോളിയം സെസ് കൊടുക്കുന്നുണ്ട്, നേരത്തെ തന്നെ നിങ്ങൾ റോഡ് ടാക്സ് കൊടുക്കുന്നുണ്ട്, മറ്റെല്ലാം കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ ഇപ്പോ അഡീഷണൽ ആയിട്ട് നിങ്ങൾ കിഫ്ബി പാലത്തിന്, കിഫ്ബി റോഡിന് ടോളും കൊടുക്കും. ആ നിലയിൽ യഥാർത്ഥത്തിൽ അതിന്റെ ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു രക്തിപ്പഴിയലിലേക്കാണ് കേരളത്തിൽ. കിഫ്ബി എന്ന് പറയുന്നത് ആരോടും ഉത്തരവാദിത്തമില്ലാത്ത ഒരു സൂപ്പർ ക്യാബിനറ്റ് ആണ്. കിഫ്ബിയുടെ കണക്കുകൾ ഏജൻസി നിയമസഭ പരിശോധിക്കുന്നില്ല. വളരെ പ്രധാനിയായിട്ടുള്ള വ്യക്തിയാണ്. വേറെ ഏതെങ്കിലും അദ്ദേഹം എന്നും മുഖ്യമന്ത്രിയെ പോലത്തെ ശക്തനാണ്, ഫിനാൻസ് സെക്രട്ടറിയെ പോലെ ശക്തനാണ്. അദ്ദേഹമാണ് കഴിഞ്ഞ ദിവസമുള്ള CSR തട്ടിപ്പ് കേസിന്റെ പ്രതികൾക്ക് പോലീസുമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് സഹായിച്ച ഇടനിലക്കാരൻ എന്ന വാർത്തകൾ വരുന്നു. കേരളീയ സമൂഹത്തിനകത്ത് അഴിമതിയുടെ ഉദ്യോഗസ്ഥരും അഴിമതിക്കാരായ ബിസിനസ്സുകാരും അതേപോലെ തന്നെ പോലീസുകാരും ഒക്കെ അടങ്ങുന്ന ഒരു അഴിമതി സാമ്രാജ്യത്തെ വളർത്തിയെടുക്കുന്ന ഒരു സംവിധാനമായിട്ട് കിഫ്ബി വളരുകയാണോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. ഇത്തവണ കേരള ബജറ്റിൽ ജനങ്ങൾക്ക് കാര്യമായ പ്രതീക്ഷിക്കാനായി ഒന്നും ഉണ്ടായിരുന്നില്ല. പെൻഷൻ കൂട്ടിയില്ല, ആനുകൂല്യങ്ങൾ കൂട്ടിയില്ല, ധാരാളം പുതിയ നികുതി ചുമത്തലുകൾ ഉണ്ടായി. അതിനിടയിൽ ആരും അധികം ശ്രദ്ധിക്കാതെ പോയ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇനി അങ്ങോട്ട് കിഫ്ബി എന്ന് പറയുന്ന ഏജൻസിക്ക് അവർ നിർമ്മിക്കുന്ന റോഡുകളായാലും പാലങ്ങളായാലും അങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യ സംവിധാനങ്ങളിൽ ടോൾ ചുമത്താനുള്ള അവകാശം കൂടി നൽകുമെന്നുള്ളത്. ടോൾ എന്ന് പറയുന്നത് ഈ റോഡുകളും പാലങ്ങളും ഉപയോഗിക്കുന്നവർക്ക് അതിനുവേണ്ടി നൽകേണ്ടി വരുന്ന തുകയാണ്. ഈ ടോൾ പിരിവ് നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു സംഗതിയല്ല. മുൻകാലങ്ങളിൽ സർക്കാരും പ്രൈവറ്റ് ഏജൻസികളും ചേർന്നുകൊണ്ട് പ്രൈവറ്റ് ഏജൻസികളുടെ പണം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ, ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളിൽ ധാരാളമായിട്ട് പണം തിരിച്ചു പിടിക്കാനായിട്ട് ധാരാളമായിട്ട് ഇത്തരം ടോളുകൾ ചുമത്തിയിരുന്നു. കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും ആദ്യത്തെ തരത്തിലുള്ള അനുഭവങ്ങളിലൊന്ന് 90കളിൽ കോഴിക്കോട് വിമാനത്താവള വികസനത്തിന് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് റൺവേ വികസനത്തിന് വേണ്ടിയിട്ട് വലിയ തുക പല ഏജൻസികളിൽ നിന്ന്, ഹഡ്കോ അടക്കമുള്ള ഏജൻസികളിൽ നിന്ന് സംഭരിച്ചിട്ട് നിക്ഷേപിച്ച സമയത്ത് അത് തിരിച്ചു കൊടുക്കാനും അതിൻ്റെ സാമ്പത്തിക ബാധ്യതകൾ നിർവഹിക്കാനുമായിട്ട് അന്ന് കോഴിക്കോട് വിമാനത്താവളത്തിൽ യൂസേഴ്സ് ഫീ എന്ന പേരിൽ ഒരു നികുതി ഏർപ്പെടുത്തുന്നു. ആ വിമാനത്താവളം ഉപയോഗിക്കുന്ന ആളുകൾ ആ ഒറ്റ കാരണം കൊണ്ട് ഒരു തുക അവിടെ ഏൽപ്പിക്കണം. അതിനുശേഷം രാജ്യത്തിൻ്റെ പല ഭാഗത്തും നമ്മുടെ കേരളത്തിലും വളരെ വ്യാപകമായിട്ട് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉയർന്നു വന്നു. പാലിയേക്കര പോലെയുള്ള സ്ഥലങ്ങളിൽ ടോൾ പിരിവിനെതിരായിട്ട് വളരെ ശക്തമായിട്ടുള്ള ജനകീയ പ്രക്ഷോഭം തന്നെ ഉയർന്നു വന്നു. പല സ്ഥലങ്ങളിലും പാലത്തിൻ്റെ പണി കഴിഞ്ഞ്, റോഡിൻ്റെ പണി കഴിഞ്ഞ്, മറ്റെല്ലാ ആവശ്യത്തിനുള്ള പണി കഴിഞ്ഞാലും, പണം മുഴുവനും തിരിച്ചു പിടിച്ചു കഴിഞ്ഞാലും ടോൾ പിരിവ് നിരന്തരം നിൽക്കുന്ന, ടോൾ പിരിക്കുന്ന ഏജൻസികൾ നിരന്തരമായിട്ട് അവിടെ ആളുകളെ പിഴിയുന്ന ഒരവസ്ഥയും നിലനിന്നു. അതായത് വമ്പിച്ച ലാഭം കൈയടക്കുന്ന, വലിയ തോതിൽ പണം കീശയിലാക്കുന്ന, എല്ലാവിധ മര്യാദകളെയും ലംഘിച്ചുകൊണ്ട് പിഴപ്പലിശ ചുമത്തുന്ന ഒരു സംവിധാനമായിട്ട് കേരളത്തിലും മറ്റു പല പ്രദേശങ്ങളിലും ഈ ടോൾ സംവിധാനം മാറിയിട്ടുണ്ട്. കാരണം എത്രയാണ് പിരിക്കുന്ന ആർക്കും അറിയില്ല, എത്ര പണം അവർ സംഘടിപ്പിക്കുന്ന ആർക്കും അറിയില്ല. ഒരു ഉത്തരവാദിത്വമില്ല. പിരിവോട് പിരിവ്, വർഷങ്ങളോളം പിരിവ് എന്നുള്ളതാണ് മിക്ക ടോൾ ബൂത്തുകളിൽ നമ്മൾ കാണുന്നത്. ഇതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി പിന്നെ വായ്പയായിട്ട് പണം വാങ്ങിക്കൊണ്ട്, പൊതുമേഖലയിൽ നിന്നും സ്വകാര്യ മേഖലയിൽ നിന്നും വായ്പ സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയുള്ള ഒരു ഫണ്ട് ബോർഡ് എന്ന നിലയിലാണ് കിഫ്ബി പിണറായി വിജയൻ സർക്കാരിൻ്റെ ആദ്യ വർഷങ്ങളിൽ ഡോക്ടർ തോമസ് ഐസക് അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ മുന്നോട്ട് കൊണ്ടുവന്നത്. അദ്ദേഹം പറഞ്ഞു, ഇതിന് യഥാർത്ഥത്തിൽ ഞങ്ങൾ സർക്കാർ കിഫ്ബി വായ്പ എടുക്കുന്ന പണത്തിന് തിരിച്ചുവടവ്, അത് പ്രധാനമാണ്. 5 വർഷം കഴിയുമ്പോൾ തിരിച്ചടവ് വേണം. ആ തിരിച്ചടവിന് വേണ്ടിയിട്ട് കേരളത്തിലെ റോഡ് നികുതി
അതേപോലെ തന്നെ പെട്രോളിയം സെസ്, ഇത് രണ്ടും പൂർണ്ണമായിട്ടും കിഫ്ബിക്ക് മാറ്റിവെക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിലെ മറ്റൊരു തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഈ രണ്ട് പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങൾ ഉപയോഗിക്കുകയില്ല. അത് കിഫ്ബിക്ക് പൂർണ്ണമായിട്ട് അവരുടെ ചെലവുകൾ, അവരുടെ ബാധ്യതകൾ നിറവേറ്റാനായിട്ട് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 6-7 വർഷങ്ങളായി കിഫ്ബി വലിയ തോതിൽ പണം പിന്നെ വായ്പ വാങ്ങി പല സ്ഥലത്തു നിന്ന് കിഫ്ബി പലതരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി അത് വിനിയോഗിച്ചിട്ടുണ്ട്. എന്താ അനുഭവം? മിക്കവാറും കിഫ്ബി നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ ഒരു നയാ പൈസ പോലും റിട്ടേൺസ് കിട്ടാത്തൊരവസ്ഥയാണ് പല സ്ഥലത്തുള്ളത്. വലിയ തോതിലുള്ള അമിത ചെലവിനെ കുറിച്ചുള്ള ആരോപണങ്ങളുണ്ട്. മാത്രമല്ല, അവർ വാങ്ങിയ പണം, അവരാദ്യമായിട്ട് വാങ്ങിയ വിദേശ വായ്പ എന്ന് പറയുന്നത് കനഡയിലെ CDPQ എന്ന് പറയുന്ന ഒരു ഏജൻസിയിൽ നിന്നാണ്. ഈ CDPQ എന്ന് പറയുന്ന കമ്പനിയാണ് ലാവ്ലിൻ കമ്പനിയുടെ ഹോൾഡിംഗ് ഏജൻസി. അതായത് ലാവ്ലിൻ കമ്പനിയുടെ ഉടമസ്ഥന്മാരാണ് CDPQ എന്ന് പറയുന്ന കനഡയിലെ കമ്പനി. ആ കനഡയിലെ കമ്പനിയിൽ നിന്നാണ് ആദ്യത്തെ വലിയ ഒരു തുക വിദേശ വായ്പ കിഫ്ബി സംഘടിപ്പിച്ചത്. അന്ന് തന്നെ അതിനെക്കുറിച്ചുള്ള ആരോപണം വലിയ അമിതമായിട്ടുള്ള വിദേശ വിപണിയിലെ അത്യമിതമായിട്ടുള്ള പലിശ കൊടുത്തുകൊണ്ടാണ് അത് വാങ്ങിയത് എന്നുള്ളതാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ CDPQവിൻ്റെ പണം തിരിച്ചടയ്ക്കേണ്ട സമയമായി. CDPQവിന് പണം തിരിച്ചടയ്ക്കണം, മറ്റ് ഏജൻസികൾക്ക് പണം തിരിച്ചടയ്ക്കണം. അതിനുള്ള പണം കണ്ടെത്താനായി അന്ന് പറഞ്ഞിരുന്ന ഒരു ന്യായം, ഈ വികസനത്തിന് വേണ്ടിയിട്ട് നമ്മൾ പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് വരുമാനം ഉണ്ടാവും, നാട് വികസിക്കും, നാട്ടിലെ നികുതി വരുമാനം കൂടും, ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങളുണ്ടാവും, അപ്പോൾ കൂടുതൽ വരുമാനം സർക്കാരിന് ഓട്ടോമാറ്റിക്കലി വരും എന്നാണ് പറഞ്ഞത്. പക്ഷേ അത് വന്നില്ലെന്നൊരു തെളിവാണ് നേരത്തെയുള്ള റോഡ് നികുതിയും പെട്രോളിയം സെസ്സും മതിയാവാതെ ഇപ്പോൾ അഡീഷണലായിട്ട് അവർ നിർമ്മിക്കുന്ന റോഡുകളിൽ, അവർ നിർമ്മിക്കുന്ന പാലങ്ങളിൽ, അവർ നിർമ്മിക്കുന്ന മറ്റ് സൗകര്യങ്ങളിൽ അത് ഉപയോഗിക്കുന്ന ആളുകൾ വീണ്ടും പണം കൊടുക്കണം എന്ന് വെച്ചാൽ ഇരുട്ടടി ആണിത്. നേരത്തെ തന്നെ നിങ്ങൾ പെട്രോളിയം സെസ് കൊടുക്കുന്നുണ്ട്, നേരത്തെ തന്നെ നിങ്ങൾ റോഡ് ടാക്സ് കൊടുക്കുന്നുണ്ട്, മറ്റെല്ലാം കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ ഇപ്പോൾ അഡീഷണലായിട്ട് നിങ്ങൾ കിഫ്ബി പാലത്തിനും കിഫ്ബി റോഡിനും ടോളും കൊടുക്കണം. ആ നിലയിൽ യഥാർത്ഥത്തിൽ അതിൻ്റെ ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു ഞെക്കിപ്പിഴിയലിലേക്കാണ് കേരളം പോകുന്നത്. ഇത് ഉണ്ടാക്കാൻ പോകുന്ന ആഘാതം യഥാർത്ഥത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് നയിക്കും. കാരണം കേരളത്തിന് താങ്ങാനാവാത്ത തരത്തിലുള്ള വികസനമായിട്ട് ഇത് വരുന്നത്. നേരത്തെ ഈ സിൽവർ ലൈനിനെ കുറിച്ച് പറഞ്ഞ മാതിരി കേരളത്തിനെ കീറിമുറിക്കുക മാത്രമല്ല, കേരളത്തിൻ്റെ സാമ്പത്തിക ഭാരത്തെ സാമ്പത്തിക നട്ടിലെ വെട്ടിമുറിക്കുന്ന ഒരു പദ്ധതിയായിട്ടാണ് സിൽവർ ലൈൻ ആലോചിച്ചു വന്നത്. അതേ തരത്തിൽ ഇന്ന് കിഫ്ബി വേദിയുടെ പേരിൽ നടക്കുന്ന വികസന പദ്ധതികൾ കേരളത്തിലെ ജനങ്ങളുടെ കീശയിലെ അവസാനത്തെ പണവും ഊറ്റിയെടുക്കുന്ന ഒരു പരിപാടിയായിട്ട് മാറുകയാണ്. മാത്രമല്ല, കിഫ്ബി എന്ന് പറയുന്നത് ആരോടും ഉത്തരവാദിത്തമില്ലാത്ത ഒരു സൂപ്പർ ക്യാബിനറ്റാണ്. കിഫ്ബിയുടെ കണക്കുകൾ നിയമസഭ പരിശോധിക്കുന്നില്ല. കിഫ്ബിയുടെ കണക്കുകൾ യഥാർത്ഥത്തിൽ ഒരു ഓഡിറ്റിംഗ് നടക്കുന്നുണ്ടെന്നല്ലാതെ ആ കണക്കുകൾ നിയമസഭ പോലും ഗൗരവമായിട്ട് യഥാർത്ഥത്തിൽ പരിചിന്തനം ചെയ്യുന്നില്ല, അത് പരിശോധിക്കുന്നില്ല. കണക്കുകൾ യഥാർത്ഥത്തിൽ ഒരു ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ നിലവാരത്തിൽ മാത്രമാണ് പരിശോധിക്കപ്പെടുന്നത്, അത് കണക്കാക്കപ്പെടുന്നത്. ഇത് രാജ്യത്ത് യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു വികസന സംവിധാനം വേറെ എവിടെയില്ല. ഈ സംവിധാനം എവിടെ നിന്ന് വന്നു? കിഫ്ബി എന്ന് പറയുന്ന ആശയം എവിടെ നിന്ന് വന്നു? അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അമേരിക്കയിൽ റോബർട്ട് കാരോ എന്ന് പറയുന്ന അതിപ്രശസ്തനായിട്ടുള്ള ഒരു എഴുത്തുകാരൻ എഴുതിയിട്ടുള്ള പവർ ബ്രോക്കർ എന്ന് പറയുന്ന പുസ്തകം വായിക്കണം. 1930 മുതൽ 1960 വരെ ഏതാണ്ട് 30-35 വർഷക്കാലം ന്യൂയോർക്കിലെ വികസനത്തിൻ്റെ അടിത്തറയായിട്ട് നിന്നത് ഇത്തരത്തിലൊരു സംവിധാനമായിരുന്നു. ന്യൂയോർക്ക് ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്ന പേരിൽ ഒരു അതോറിറ്റി സ്ഥാപിക്കപ്പെട്ടു. ആ അതോറിറ്റിയുടെ തലപ്പത്ത് റോബർട്ട് മോസസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അവർ നിയമിച്ചു. ഈ റോബർട്ട് മോസസ് പിന്നീടുള്ള വർഷങ്ങളിൽ, പിന്നീടുള്ള പതിറ്റാണ്ടുകളിൽ ഒരു വലിയ പവർ സ്ട്രക്ചറായിട്ട് മാറുന്നത്, ഒരു വലിയ പവർ ബ്രോക്കറായിട്ട് മാറുന്നതാണ് ഈ റോബർട്ട് കാരോവിൻ്റെ ക്ലാസിക് പുസ്തകമായിട്ടുള്ള പവർ ബ്രോക്കർ എന്ന് പറയുന്ന ജീവചരിത്ര ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നത്. അമേരിക്കൻ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ, ലോക പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ അധികാരം കേന്ദ്രീകരിക്കുന്നത്, ഒരു വ്യക്തി സർക്കാരിനേക്കാൾ, ജനാധിപത്യ സംവിധാനങ്ങൾക്കാൾ, തെരഞ്ഞെടുക്കപ്പെട്ട അധികാരികൾക്കാൾ ഒരു വലിയ മഹാപ്രസ്ഥാനമായിട്ട്, മഹാശക്തിയായിട്ട് മാറുന്നത്. ന്യൂയോർക്കിൻ്റെ മേൽ പൂർണ്ണമായ അധികാരം ഈ റോബർട്ട് മോസസ് വർഷങ്ങളോളം സ്ഥാപിച്ചു. ഒരാൾക്കും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ കഴിയില്ല, ഒരാൾക്കും അദ്ദേഹത്തിന് നടപടിയെടുക്കാൻ കഴിഞ്ഞ അദ്ദേഹം അവിടെയുള്ള മുഴുവൻ അധികാരം, മേയർമാരടക്കമുള്ള മറ്റധികാരികൾ മുഴുവൻ ആളുകളെയും പൂർണ്ണമായിട്ട് നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന കഥയാണ്.
അധികാര ദുരുപയോഗത്തിൻ്റെ അഴിമതിയുടെ കഥയാണ് റോബർട്ട് കാരോ വിശദീകരിക്കുന്നത്. ആ മാതൃകയാണ് പിന്നീട് കേരളത്തിലേക്ക് 2016, 2017 വർഷങ്ങളിൽ ഡോക്ടർ തോമസ് ഐസക് കടത്തിക്കൊണ്ടുവരുന്നത്. അദ്ദേഹം അമേരിക്കയിലൊക്കെ പഠിച്ച ആളാണ്, അദ്ദേഹം അന്താരാഷ്ട്ര ബിരുദങ്ങളുള്ള ആളാണ്. ഒരുപക്ഷെ റോബർട്ട് കാരോൻ്റെ പുസ്തകം അദ്ദേഹം വായിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടോ, അതിൽ നിന്ന് ചില സാധ്യതകൾ ഉൾക്കൊണ്ടോ എന്താണെന്നറിയില്ല, അദ്ദേഹം കിഫ്ബി സംവിധാനം, ന്യൂയോർക്കിലെ ജനങ്ങൾക്ക് ഒരു കണ്ടക്കോടാലിയായി മാറിയ അതേ സംവിധാനം മറ്റൊരു പേരിൽ കേരളത്തിൽ കൊണ്ടുവന്നു. അടിസ്ഥാന സൗകര്യ വികസനം തന്നെ അവിടെയും ഇവിടെയും പരിപാടി നന്നായിട്ട് വികസിപ്പിച്ചു. ന്യൂയോർക്കിൽ വികസിപ്പിച്ചു, നമ്മൾ കേരളത്തിൽ വികസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിൻ്റെ വലിയ വില കൊടുത്തത് അവിടെയുള്ള ജനങ്ങളാണ്, ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ജനങ്ങളാണ്. മറ്റൊരു കാര്യം കൂടി, ന്യൂയോർക്കിലെ ഇതിൻ്റെ ഒരു വലിയ ഒരു ഭാഗമായിട്ട്, അതിൻ്റെ ഒരു മറുവശമായിട്ട് കാരോ ചിത്രീകരിക്കുന്നത് രാഷ്ട്രീയക്കാർക്കിടയിൽ, ഉദ്യോഗസ്ഥർക്കിടയിൽ വലിയ തോതിൽ വളർന്നു വരുന്ന അഴിമതിയുടെ ഒരു മഹാസാമ്രാജ്യത്തെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള അഴിമതിയുടെ ഒരു മഹാസാമ്രാജ്യം കിഫ്ബിയുടെ തണലിലും കേരളത്തിൽ വളർന്നു വരികയാണോ എന്ന് കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കിഫ്ബിയുടെ തലപ്പത്തുള്ള ഒരു വ്യക്തി, വളരെ പ്രതാപിയായിട്ടുള്ള വ്യക്തിയാണ്, റിട്ടയർ ചെയ്തെങ്കിലും അദ്ദേഹം ഇന്നും മുഖ്യമന്ത്രിയെ പോലത്തെ ശക്തനാണ്, ഫിനാൻസ് സെക്രട്ടറിയെ പോലെ ശക്തനാണ്. അദ്ദേഹമാണ് കഴിഞ്ഞ ദിവസമുള്ള CSR തട്ടിപ്പ് കേസിലെ പ്രതികൾക്ക് പോലീസുമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് സഹായിച്ച ഇടനിലക്കാരൻ എന്ന വാർത്തകൾ വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം കിഫ്ബി എന്ന് പറയുന്ന സംവിധാനം യഥാർത്ഥത്തിൽ കേരളത്തിന് മേൽ ഒരു സൂപ്പർ ക്യാബിനറ്റിൻ്റെ സ്വഭാവം ആർജിച്ചിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളുടെ മേൽ അതൊരു വലിയ ആധിപത്യം പുലർത്തുന്ന ശക്തിയായിട്ട് വരികയാണ്. കേരളത്തിലെ ജനങ്ങളുടെ കീശയിലെ കാശ് പിടുങ്ങുക മാത്രമല്ല, കേരളീയ സമൂഹത്തിനകത്ത് അഴിമതിയുടെ ഉദ്യോഗസ്ഥരും അഴിമതിക്കാരായ ബിസിനസ്സുകാരും അതേപോലെ തന്നെ പോലീസുകാരും ഒക്കെ അടങ്ങുന്ന ഒരു അഴിമതി സാമ്രാജ്യത്തെ വളർത്തിയെടുക്കുന്ന ഒരു സംവിധാനമായിട്ട് കിഫ്ബി വളരുകയാണോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഇതിനൊക്കെ ജനങ്ങൾ അവർക്ക് പണം കൊടുക്കേണ്ടതായിട്ട് വരും. അവർക്ക് നികുതി കൊടുക്കുന്നതിന് പുറമെ ഇനി ടോള് കൂടി കൊടുത്തുകൊണ്ട് ഈ കിഫ്ബി സാമ്രാജ്യത്തെ കേരളത്തിൽ സൂപ്പർ ക്യാബിനറ്റായി സ്ഥാപിക്കുന്ന ഒരു പദ്ധതിയാണ്, ഒരു പ്രഖ്യാപനമാണ് ബജറ്റിൽ കേട്ടത്. അത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു ആപത് സൂചനയാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കണം.